അത്യാഗ്രഹിയായ സിംഹം. പണ്ടൊരു കാട്ടിൽ ഒരു സിംഹം വസിച്ചിരുന്നു. അത്യാഗ്രഹിയായ ആ സിംഹം ദിവസവും തൻ്റെ കണ്ണിൽ കാണുന്ന മൃഗങ്ങളെയെല്ലാം കൊന്നു തിന്നു. അങ്ങനെയിരിക്കെ ഒരു ദിവസം സിംഹം പതിവ് പോലെ ഉച്ചയുറക്കം കഴിഞ്ഞ് രാത്രിയിൽ തനിക്ക് കഴിക്കാനുള്ള ഭക്ഷണം തേടി ഇറങ്ങി. അപ്പോഴാണ് മരച്ചുവട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മുയലിനെ സിംഹം കണ്ടത്. മുയലിനെ കണ്ടതും സിംഹത്തിന് വളരെയധികം സന്തോഷമായി. അവൻ പറഞ്ഞു, ആഹാ, കൊള്ളാമല്ലോ, നല്ല മുയൽ. ഇന്ന് രാത്രിയിലത്തെ ഭക്ഷണം മുയൽ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ആഹാരം തേടി ഇനി അലയുകയും വേണ്ട. ഇതു പറഞ്ഞ് ആ സിംഹം ഉറങ്ങിക്കിടക്കുന്ന മുയലിൻ്റെ അടുത്തേക്ക് പമ്മിപ്പോകാൻ തുടങ്ങി. അപ്പോഴാണ് സിംഹം മറ്റൊരു കാഴ്ച കണ്ടത്. കുറച്ചകലെ അതാ തടിച്ചു കൊഴുത്തൊരു മാൻ. മാനിനെ കണ്ടതും സിംഹത്തിൻ്റെ വായിൽ വെള്ളം മൂറി. അവൻ പറഞ്ഞു, ഒരു നിസ്സാരനായ മുയലിനെ കഴിക്കുന്നതിനേക്കാളും നല്ലത് രാത്രിയിൽ ആ തടിച്ചു കൊഴുത്ത മാനിനെ തന്നെ കഴിക്കുന്നതാണ്. ഇതു പറഞ്ഞ് അവൻ മാനിൻ്റെ അടുത്തേക്ക് പാഞ്ഞു. സിംഹത്തിനെ കണ്ടതും മാൻ അതിവേഗം ഓടി. സിംഹം ഉണ്ടോ പിന്മാറുന്നു. അവൻ മാനിൻ്റെ പിന്നാലെ പാഞ്ഞു. സിംഹത്തിൻ്റെ കയ്യിൽ നിന്നും രക്ഷപ്പെടുന്നതിനു വേണ്ടി മാൻ ഉൾക്കാട്ടിലേക്ക് ഓടി മറഞ്ഞു. ഇനി മാനിൻ്റെ പുറകെ പോയിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ സിംഹം നിരാശയോടെ തിരിച്ചു നടന്നു. അപ്പോഴും മരച്ചുവട്ടിൽ ഉറങ്ങിക്കിടക്കുന്ന മുയലുണ്ടല്ലോ എന്ന ആശ്വാസമായിരുന്നു സിംഹത്തിന്. എന്നാൽ മുയൽ ഉറങ്ങിക്കിടന്ന മരച്ചുവട്ടിൽ വന്നു നോക്കിയ സിംഹം ഞെട്ടിപ്പോയി. മുയലിനെ അവിടെയൊന്നും കണ്ടില്ല. അതും അവിടെ നിന്നും പോയി കഴിഞ്ഞിരുന്നു. മാത്രമല്ല അപ്പോഴേക്കും സമയം ഏറെ വൈകി. അതു കണ്ട സിംഹം പറഞ്ഞു, മുയലിനെ എനിക്ക് അനായാസം ആഹാരമാക്കാമായിരുന്നു. പക്ഷെ മാനിനെ കണ്ടപ്പോൾ ഞാൻ അത്യാഗ്രഹിയായിത്തീർന്നു. ഇപ്പോൾ കയ്യിൽ കിട്ടിയ മുയലും ഇല്ല, മാനുമില്ല. അങ്ങനെ കയ്യിൽ കിട്ടിയ മുയലിനെ കളഞ്ഞിട്ട് മാനിൻ്റെ പുറകെ പോയ സിംഹത്തിൻ്റെ അവസാനം രാത്രിയിൽ പട്ടിണി കിടക്കേണ്ടി വന്നു. മരം വെട്ടുകാരനും ജലദേവതയും. വനത്തോട് ചേർന്ന് കിടക്കുന്ന ഗ്രാമമായിരുന്നു അത്. ആ നാട്ടിലെ മരം വെട്ടുകാരൻ ഒരു ദിവസം പതിവ് പോലെ നദിക്കരയിലുള്ള ഒരു മരം വെട്ടാനായി തീരുമാനിച്ചു. അതിനിടയിൽ മഴ വീശിയപ്പോൾ കയ്യിൽ നിന്നു വഴുതി ആഴമുള്ള നദിയിലേക്ക് വീണു. ആ സാധു മനുഷ്യന് ആകെ ഉണ്ടായിരുന്ന മഴുവായിരുന്നു അത്. വേറെ വാങ്ങാനുള്ള നാണയമോ ഇല്ലായിരുന്നു. ഉടൻ അയാൾ നദിക്കരയിൽ ഇരുന്ന് ഉച്ചത്തിൽ നിലവിളിക്കാൻ തുടങ്ങി. അന്നേരം ജലദേവത വെള്ളത്തിൽ നിന്ന് ഉയർന്നു വന്നു. നീ എന്തിനാണ് കരയുന്നത്? അയാൾ തൻ്റെ കോടാലി നഷ്ടപ്പെട്ട വിവരം പറഞ്ഞു. പെട്ടെന്ന് ദേവത മുങ്ങി നിവർന്നപ്പോൾ കയ്യിൽ ഒരു വെള്ളിക്കോടാലി ഉണ്ടായിരുന്നു. ഇതാണോ നിന്റെ കോടാലി? അല്ല, അയാൾ പറഞ്ഞു. വീണ്ടും ദേവത മുങ്ങി നിവർന്നപ്പോൾ ഒരു സ്വർണ്ണക്കോടാലിയായിരുന്നു കയ്യിലുണ്ടായിരുന്നത്. ആ കോടാലി ഉയർത്തി ദേവത പിന്നെയും അവനോട് ചോദിച്ചു, ഇതല്ലേ നിന്റെ കാണാതായ കോടാലി? ഏയ്, ഇതൊന്നുമല്ല, എൻ്റെ കോടാലി ഇരുമ്പു കോടാലിയാണ്. വീണ്ടും ജലദേവത മുങ്ങിയിട്ട് പൊങ്ങിയതും അയാളുടെ ഇരുമ്പു കോടാലിയുമായിട്ടായിരുന്നു. അയാൾ സന്തോഷത്തോടെ വിളിച്ചു കൂവി, അതെ, ഇത് തന്നെയാണ് എൻ്റെ കോടാലി. ഏയ് സത്യസന്ധനായ മനുഷ്യ, ഇനിയുള്ള ജീവിതം നീ കഷ്ടപ്പെടാതെ സുഗമമായി ജീവിക്കാൻ സ്വർണ്ണക്കോടാലിയും വെള്ളിക്കോടാലിയും കൂടി നിനക്കു ഞാൻ തരുന്നു. അയാൾ സന്തോഷത്തോടെ 3 കോടാലിയുമായി വീട്ടിലേക്ക് ഓടി. വെള്ളിയും സ്വർണവും വിറ്റ് നല്ല വീട് പണിത് സുഖമായി ജീവിക്കാൻ തുടങ്ങി. അതേസമയം ഇതെല്ലാം കണ്ട അയൽപക്കത്തുള്ള ഒരു അത്യാഗ്രഹിയായ മനുഷ്യൻ ഈ അത്ഭുത കാര്യം ചോദിച്ചറിഞ്ഞു. ഉടൻ അയാൾ ദുരാഗ്രഹത്തോടെ ഇരുമ്പു കോടാലിയുമായി നദിക്കരയിലേക്ക് ഓടി. കോടാലി പുഴയിലേക്ക് എറിഞ്ഞു. ഉച്ചത്തിൽ നിലവിളിച്ചു. അപ്പോൾ ജലദേവത സ്വർണ്ണക്കോടാലിയുമായി ഉയർന്നു വന്നു. ഇതാണോ നിന്റെ കാണാതായ കോടാലി? അയാൾ ആവേശത്തോടെ പറഞ്ഞു, ഇത് തന്നെയാണ് എൻ്റെ മഴു, അതിങ്ങും തന്നേക്കൂ. എന്നാൽ ജലദേവത ഒന്നും മിണ്ടാതെ വെള്ളത്തിലേക്ക് താണു. അയാൾ കുറേ നേരം കള്ളക്കരച്ചിൽ നടത്തിയെങ്കിലും ജലദേവത പിന്നെ വന്നില്ല. സ്വന്തം മഴ പോലും കിട്ടാതെ നിരാശനായി അയാൾ തിരികെ നടന്നു. അഹങ്കാരിയായ തേക്കുമരം. പണ്ടൊരു കാട്ടിൽ പ്രൗഢിയുള്ള ഒരു തേക്കുമരം ഉണ്ടായിരുന്നു. തേക്കുമരത്തിന് നല്ല ഉയരമുണ്ടായിരുന്നു, അതുപോലെ ശക്തവുമായിരുന്നു. തേക്കുമരത്തിൻ്റെ അടുത്തായി ചെറിയ ഒരു ഔഷധച്ചെടി ഉണ്ടായിരുന്നു. ഒരു ദിവസം തേക്കുമരം പറഞ്ഞു, ഞാൻ വളരെ സുന്ദരനും ശക്തനുമാണ്, ആർക്കും എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഇത് കേട്ട ഔഷധ സസ്യം പറഞ്ഞു, പ്രിയ സുഹൃത്തെ,
അമിതമായ അഹങ്കാരം ദോഷകരമാണ്. ഔഷധ സസ്യത്തിൻ്റെ വാക്കുകൾ അവഗണിച്ച് അവൻ സ്വയം പുകഴ്ത്തിക്കൊണ്ടേയിരുന്നു. കുറച്ച് ദിവസത്തിന് ശേഷം ശക്തമായ മഴയും കാറ്റും വീശി. തേക്ക് ഉറച്ചു നിന്നു. മഴ പെയ്തപ്പോൾ തേക്ക് ഇലകൾ വിരിച്ച് ശക്തമായി നിന്നു. ഈ സമയങ്ങളിൽ ഔഷധ സസ്യം ഇലകൾ താഴ്ത്തി താഴ്ന്നു നിന്നു. തേക്കുമരം ഔഷധ സസ്യത്തെ കളിയാക്കി. പക്ഷേ അതേ സമയം തന്നെ പെട്ടെന്നൊരു കൊടുങ്കാറ്റ് വീശി. ഔഷധ സസ്യം വീണ്ടും കുനിഞ്ഞു നിന്നു. പതിവ് പോലെ തേക്കുമരം നിന്നു. കാറ്റിന് ശക്തി പ്രാപിച്ചു കൊണ്ടിരുന്നു. തേക്കുമരത്തിന് താങ്ങാൻ കഴിഞ്ഞില്ല. തേക്കുമരം ആടി ഉലയാൻ തുടങ്ങി. നിവർന്നു നിൽക്കാൻ ശ്രമിച്ചെങ്കിലും അവസാനം തേക്കുമരം വീണു. കാറ്റും മഴയും ശാന്തമായപ്പോൾ ഔഷധ ചെടി മെല്ലെ നേരെ നിന്നു. ഔഷധ ചെടി ചുറ്റും നോക്കി. അതാ അഹങ്കാരിയായ തേക്കുമരം വീണു കിടക്കുന്നു. അപ്പു അണ്ണാനും നീലുക്കുരുവിയും. ഒരിക്കലൊരു കാട്ടിൽ അപ്പു എന്നു പേരുള്ള അണ്ണാനും നീലു എന്ന ഒരു കുരുവിയും ഉണ്ടായിരുന്നു. ഒരു ദിവസം നീലുവിൻ്റെ കാലിനു പരിക്കേറ്റു. നീലുക്കുരുവി വേദന കൊണ്ട് കരയാൻ തുടങ്ങി. ഇത് കണ്ട അപ്പു അണ്ണാൻ നീലുക്കുരുവിയെ പരിചരിക്കാൻ തുടങ്ങി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നീലുക്കുരുവി സുഖം പ്രാപിച്ചു. നീലുക്കുരുവി നന്ദിയോടെ പറഞ്ഞു, ഇന്നു മുതൽ നീ എൻ്റെ നല്ല സുഹൃത്താണ്. നിന്നെ ഏതാപത്തിലും ഞാൻ നിന്നെ സഹായിക്കുമെന്ന് വാഗ്ദാനം ചെയ്തു. ഒരു ദിവസം കാട്ടിൽ കൊടുങ്കാറ്റ് വീശി. അപ്പു അണ്ണൻ്റെ വീട് തകർന്നു. അപ്പു അണ്ണൻ്റെ പ്രശ്നം കണ്ട നീലുക്കുരുവി വീടുണ്ടാക്കാൻ സാധനങ്ങൾ ശേഖരിച്ച് അപ്പു അണ്ണനു നൽകി. അവർ രണ്ടാളും കൂടി പെട്ടെന്ന് തന്നെ വീട് പുനർനിർമ്മിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഉറ്റ സുഹൃത്തുക്കളായി തുടർന്നു.